ശ്രീ വി എൻ വാസവൻ, കേന്ദ്രവിരുദ്ധ സമരത്തിന് എല്ലാ ഒരുക്കങ്ങളുമായിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്. തണുപ്പുണ്ടോ ഡൽഹിയിൽ? നല്ല തണുപ്പുണ്ട്. അപ്പോൾ തണുപ്പിനെ ചൂട് പിടിപ്പിക്കാൻ വേണ്ടി രാവിലെ ശ്രീ വി എൻ വാസവൻ മിനിസ്റ്റർ നമ്മുടെ നവകേരള സദസ്സൊക്കെ നടക്കുന്ന സമയത്ത് 4 മണിക്ക് എഴുന്നേറ്റ് യോഗ ചെയ്യുന്ന കക്ഷിയാണ്. ഇന്നിപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഈ തണുപ്പിൽ യോഗ ചെയ്യാൻ സാധിച്ചോ? രണ്ടും നടന്ന് ഞാൻ രാവിലെ എഴുന്നേറ്റ് കേരള ഹൗസിന്റെ വരാന്തയിൽ കൂടി നടപ്പ് പൂർത്തീകരിച്ചു. അതിനുശേഷം യോഗയും നടത്തി. അത് ദിനചര്യയുടെ ഭാഗം ഞാൻ എപ്പോഴും പറയാറില്ല. അതൊരിക്കലും അത് പ്രേക്ഷകർക്ക് വളരെ മോട്ടിവേഷൻ കൊടുക്കുന്ന ഒന്നാണ്. 9 ഡിഗ്രി തണുപ്പിലും യോഗയും നടത്തവും വിട്ടിട്ടില്ല. അത് നിശ്ചയദാർഢ്യമാണ്. ദിനചര്യയൊക്കെ അങ്ങനെ വേണം പാലിക്കാൻ. ഒരു ദിവസം പോലും വിട്ടുപോകാൻ പാടില്ല. അത് നമുക്ക് പല്ല് തേക്കാതെ ഒരു ദിവസം ഇരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതുപോലെ ഇതൊരു ദിനചര്യയായി എന്നെ സംബന്ധിച്ചോളം ജീവിതത്തിൽ മാറിയിട്ടുള്ള കാര്യം. അതുകൊണ്ട് ഏത് തണുപ്പിലും ഏത് പ്രതികൂല കാലാവസ്ഥയിലും അത് നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകും. അപ്പോൾ ഇനി നമുക്ക് വിഷയത്തിലേക്ക് വന്നാൽ ചൂട് പിടിക്കുന്ന സമരമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ കർണാടക സർക്കാരിൻ്റെ സമരമുണ്ടായിരുന്നു. ഇന്നിപ്പോൾ 11 മണിക്കാണ് സമരം തുടങ്ങുക. എത്ര സമയം വരെ ഈ സമരപ്പന്തലിൽ ഉണ്ടാവും എല്ലാ നേതാക്കളും? ഞങ്ങൾ രാവിലെ 11 മണിക്ക് ഉദ്ഘാടനം നടക്കും. അതിനുശേഷം ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്ന 1 മണി വരെയാണ്. ചിലപ്പോൾ ദേശീയ നേതാക്കൾ പലരും വരുന്നതുകൊണ്ട് സമയം അല്പം കൂടി മുന്നോട്ട് പോകാം. ഇപ്പോൾ നമുക്ക് ശരത് പവാർ എത്തിച്ചേരുന്നുണ്ട്, ഫറൂഖ് അബ്ദുള്ള എത്തിച്ചേരുന്നുണ്ട്, കേജ്രിവാൾ ഡൽഹി മുഖ്യമന്ത്രിയുണ്ട്, പഞ്ചാബ് മുഖ്യമന്ത്രിയുണ്ട്, തമിഴ്നാടിൻ്റെ പ്രതിനിധികളുണ്ട്, സീതാറാം യെച്ചൂരിയുണ്ട്, ഡി രാജയുണ്ട്. ഇങ്ങനെ നിരവധി ദേശീയ നേതാക്കളും വിവിധ സംസ്ഥാന മുഖ്യമന്ത്രിമാരും എല്ലാം പങ്കെടുക്കുന്ന, നാളിതുവരെ ഡൽഹിയുടെ ചരിത്രത്തിൽ ഡൽഹി കണ്ടിട്ടില്ലാത്തതും കേരളത്തിന് വേണ്ടി ഇത്രയധികം ജനപങ്കാളിത്തോടുകൂടി നടത്തുന്നതുമായ അല്ലെങ്കിൽ പ്രാധാന്യത്തോട് നടക്കുന്നതുമായ മറ്റൊരു സമരരൂപം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് ചരിത്രത്തിൽ സ്ഥാനം നേടുന്ന ഒരു സമരമുഖമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ നമ്മൾ ഇന്നലെ മുഖ്യമന്ത്രി എണ്ണി പറഞ്ഞിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ കേന്ദ്രത്തിനെതിരെയുള്ളൊരു കുറ്റപത്രം തന്നെയാണ് ഇന്നലെ മുഖ്യമന്ത്രി വായിച്ചത്. അപ്പോൾ എല്ലാ മന്ത്രിമാരും കുറ്റപത്രം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കാനുള്ള സാധ്യതയുണ്ടോ? അതല്ല, ഇന്നലെ കർണാടകയുടെ കാര്യത്തിൽ മുഖ്യമന്ത്രിയും DK ശിവകുമാറുമാണ് സംസാരിച്ചത്. എങ്ങനെയാണത് ക്രമീകരിച്ചിരിക്കുന്നത് മിനിസ്റ്റർ? ഹലോ, മിനിസ്റ്റർ കേൾക്കാമെങ്കിൽ ഇന്നലെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും DK ശിവകുമാറും മാത്രമേ സംസാരിച്ചുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ന് എല്ലാ മന്ത്രിമാരും സംസാരിക്കുമോ എന്നാണ്. ഞാനും മിനിസ്റ്ററും തമ്മിലുള്ള കോള് ബന്ധം ഒന്ന് കട്ടായിട്ടുണ്ട്. നമുക്ക് മിനിസ്റ്ററിലേക്ക് വളരെ വേഗം തിരിച്ചു വരാം. ഇന്നിപ്പോൾ സംസ്ഥാനത്തെ പല വിധത്തിലും ഞെരുക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്ന പ്രധാനപ്പെട്ട ആരോപണവുമായിട്ട് ആണ് എത്തിയിരിക്കുന്നത്. കേന്ദ്രം എല്ലാ വിധത്തിലും സംസ്ഥാനത്തെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്നാണ് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത്. മിനിസ്റ്റർ, ഞാൻ ചോദിച്ചത് എല്ലാ മന്ത്രിമാരും ഇന്ന് സംസാരിക്കുന്നുണ്ടോ? എല്ലാ നേതാക്കളും സംസാരിക്കുമോ? അതല്ല തെരഞ്ഞെടുത്ത നേതാക്കൾ മാത്രമേ സംസാരിക്കത്തുള്ളൂ? ഇല്ല, ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചോളം എല്ലാവരും സംസാരിക്കാവുന്നതല്ല. എല്ലാവരും സമരത്തിൽ പങ്കെടുക്കുക. അതേസമയം ഞാനിവിടെ സൂചിപ്പിച്ച ദേശീയ നേതാക്കളും സംസ്ഥാനത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മറ്റു കക്ഷി നേതാക്കളും സംസാരിക്കും. അങ്ങനെയായിരിക്കും പൊതുവിൽ ഒരു സമീപനം സ്വീകരിക്കുന്നത്. പ്രധാനപ്പെട്ടൊരു കാര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ സൂചിപ്പിച്ചല്ലോ അങ്ങ്. അത് കൃത്യമായി എണ്ണി അവതരിപ്പിച്ചു. വീണ്ടും ഇന്നത്തെ സമരമുഖത്തിൽ അത് അവതരിപ്പിക്കും. മുഖ്യമന്ത്രി ഒറ്റ വാചകത്തിൽ സൂചിപ്പിച്ചൊരു വാചകമുണ്ട്. ഇന്ത്യയിലെ 17 സംസ്ഥാനങ്ങൾക്ക് ലാളനയും അതേ സമയത്ത് അവശേഷിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് പീഡനവും. എന്നുവെച്ചാൽ BJP ഇതര സംസ്ഥാനങ്ങൾക്കെല്ലാം പീഡനം, മറ്റേത് ലാളന. ഈ തരത്തിൽ പോകുന്ന ഒരു സമീപനത്തിനെതിരെയുള്ള പ്രതിഷേധത്തിൻ്റെ അത്യുജ്വലമായ കൊടുങ്കാറ്റാണ് ഇന്ന് ഡൽഹിയിൽ വരിക. അത് കർണാടകം ആദ്യത്തിലേക്ക് ഇന്നലെ നടത്തിയെങ്കിലും ഈ ആശയം മുന്നോട്ട് വെച്ചതും ഇങ്ങനെ ഒരു നീക്കത്തിന് വേണ്ടി എല്ലാ തയ്യാറെടുപ്പുകൾ നടത്തിയതും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ്റാണ്. അപ്പോൾ എന്നും പുതിയ പരീക്ഷണങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കും ആശയപ്രപഞ്ചം തീർത്ത് മുന്നോട്ട് വരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ വിഷയത്തിൽ മാതൃകയായി ഞങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ ശരിയായിരുന്നു, ഈ സമരം ശരിയായിരുന്നു എന്ന് കേരളത്തിലെ പ്രതിപക്ഷം അംഗീകരിച്ചില്ലെങ്കിലും കോൺഗ്രസ് നേതൃത്വമാകെ അംഗീകരിച്ചിരിക്കുന്നു എന്നാണ് ഇന്നലെ കർണാടകത്തിൻ്റെ സമരത്തിൽ യഥാർത്ഥത്തിൽ അവിടെ സംസാരിച്ചിട്ടുള്ള വിവിധ മന്ത്രിമാർ കേരളത്തിൻ്റെ സമരത്തെ അനുകൂലിച്ചും കേരളത്തെ മെൻഷൻ ചെയ്തും അവർ സംസാരിക്കും. ഇന്നലെ DK ശിവകുമാറൊക്കെ കേരളത്തിന്റെ സമരത്തിനും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ അവർക്കാർക്കും വേദിയിലേക്ക് വരാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഈ സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ നിലപാട് കാരണമാണെന്നാണോ ഇപ്പോഴും മിനിസ്റ്റർ അങ്ങ് വിശ്വസിക്കുന്നത്?
നിശ്ചയമായും ഇവിടെ കാണേണ്ടത് കേരളത്തിലെ പ്രതിപക്ഷം എന്നും കേരള വിരുദ്ധരായി ജനവിരുദ്ധരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ സമകാലീന സാമൂഹിക പ്രശ്നങ്ങളോടും ക്രിയാത്മകമായി പ്രതികരിക്കേണ്ടതിന് പകരം അവരെപ്പോഴും ജനവിരുദ്ധ സമീപനങ്ങൾ സ്വീകരിക്കുന്ന നിരവധി ദൃഷ്ടാന്തങ്ങൾ, അത് ലോക കേരള സഭയായിരുന്നാലും കേരളീയമായിരുന്നാലും നവകേരള സദസ്സായിരുന്നാലും എം പിമാർ ഒപ്പിടുന്ന പ്രശ്നമായിരുന്നാലും ഇപ്പോൾ ഡൽഹിയിൽ നടക്കുന്ന സമരമായിരുന്നാലും ഈ രംഗത്തെല്ലാം ബഹിഷ്കരണത്തിൻ്റെയും നിരാകരണത്തിൻ്റെയും ശൈലികൾ സ്വീകരിച്ച് യഥാർത്ഥത്തിൽ അവർ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുന്ന രൂപത്തിലേക്ക് എത്തി. ഞങ്ങളിപ്പോൾ ഉയർത്തിയ പ്രശ്നങ്ങൾ ദേശീയ തലത്തിൽ കോൺഗ്രസ് അംഗീകരിക്കുമെന്ന് ഇന്നലെ ഖാർഗെ രാജ്യസഭയിൽ പ്രസംഗിക്കുമ്പോൾ കേരളത്തിൻ്റെ സമരത്തെ മെൻഷൻ ചെയ്ത് അംഗീകരിച്ചുകൊണ്ട് സംസാരിക്കുകയുണ്ടായി. അതും ചെറിയ കാര്യമല്ല. അപ്പോൾ അത്തരത്തിൽ ഇന്നിപ്പോ ദേശീയ തലത്തിൽ സ്റ്റാലിൻ കോൺഗ്രസിന് തമിഴ്നാട്ടിൽ നിന്ന് പോലും പറഞ്ഞിരിക്കുന്ന തമിഴ്നാട്ടിലെ അംഗീകരിക്കുമ്പോൾ പ്രതിനിധികൾ കേരള കറുപ്പ് വസ്ത്രമണിഞ്ഞ് ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുമെന്നാണ്. മാത്രമല്ല മമതാ ബാനർജിയുടെയും പിണറായി വിജയന്റെയും സ്റ്റാലിന്റെയും ഒക്കെ മറ്റൊരു സാധ്യത കൂടി ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് ആ ഘട്ടത്തിൽ. മമതാ ബാനർജി കോൺഗ്രസിനെ ഒഴിവാക്കിക്കൊണ്ട് മറ്റ് പ്രാദേശിക കക്ഷികളുടെ ഒരു കൂട്ടായ്മയെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഇന്നത്തെ സമരം അത്തരത്തിലുള്ള നീക്കങ്ങൾക്ക് കൂടി ഒരു തുടക്കമിടുന്നുണ്ടോ? നിശ്ചയമായും ഇന്ത്യ സംവിധാനം എന്ന് വെച്ചാൽ നേരത്തെ കൊണ്ട് ഒരു കൂട്ടായ്മയാണ് ഇന്ത്യ. ഒരു മുന്നണിയല്ലെങ്കിലും ആ കൂട്ടായ്മ വീണ്ടും ജീവൻ വെച്ച് നല്ല രൂപത്തിൽ മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന സാഹചര്യങ്ങൾ ഈ സമരം വഴി ഒന്നുകൂടി മുന്നോട്ട് വന്നിരിക്കുന്നു. അത് ശക്തിപ്പെടുന്നു എന്ന പുതിയ സ്ഥിതിവിശേഷം നമുക്കിതിൽ കാണാൻ കഴിയും. മിനിസ്റ്റർ, അപ്പോൾ ഉഷാറായി കാര്യങ്ങളൊക്കെ നടക്കട്ടെ. തണുപ്പാണെന്നറിയാം, എങ്കിലും ദില്ലിയെ ചൂടുപിടിപ്പിക്കുന്ന സമരമാണ്. ഇന്ന് നമ്മൾ എല്ലാവരും എല്ലാ മാധ്യമങ്ങളും തത്സമയം കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി മിനിസ്റ്റർ സമരത്തിൽ പോകാനുള്ള ഒരുക്കത്തിലാണെന്നറിയാം. ഓരോ മന്ത്രിമാരുടെയും പ്രതികരണം ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്.